പിണറായി വിജയൻ ലഹരി മാഫിയക്കെതിരെ യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ല എന്നായിരുന്നു ഇന്ന് രാവിലെ വരെയുള്ള പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. എന്നാൽ ഇപ്പോൾ പിണറായി വിജയൻ ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളുമ്പോൾ അതും വിവാദമാക്കുകയാണ് ഒരു പറ്റം കോൺഗ്രസുകാരും BJP-ക്കാരും മാധ്യമ പ്രവർത്തകരും ചേർന്ന്. എന്തു ചെയ്താലും അതിൽ കുറ്റം മാത്രം കണ്ടെത്താൻ ഇരിക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലത് കണ്ടാൽ നല്ലത് എന്ന് പറയാൻ പഠിക്കുകയാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ BJP-ക്കാരും കോൺഗ്രസുകാരും ആദ്യം ആർജിക്കേണ്ട കഴിവ്. പിണറായിക്കെതിരെ ഉപയോഗിക്കാൻ യാതൊരു ആയുധങ്ങളും ഇല്ലാതിരുന്ന സമയത്താണ് വീണുകിട്ടിയ ആശമാരെയും ലഹരി മാഫിയയെയും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പിണറായിക്ക് നേരെയുള്ള ആയുധങ്ങളാക്കി ഇരു പാർട്ടിക്കാരും ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടിരുന്നത്. സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ മാസം 24-നാണ് യോഗം വിളിച്ചിരിക്കുന്നത്. മന്ത്രിമാരും പോലീസ്, എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ലഹരിക്കെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികളും ഇനി ആരംഭിക്കാനുള്ള നടപടികളും യോഗത്തിൽ തീരുമാനിക്കും. ലഹരി മാഫിയക്കെതിരെ പോലീസും എക്സൈസും സംയുക്തമായി നടത്താനിരിക്കുന്ന നീക്കങ്ങളും യോഗത്തിൽ ചർച്ചയാകും. ADGP മനോജ് എബ്രഹാമിനാണ് ഏകോപന ചുമതല. കോളേജ് ക്യാമ്പസിലടക്കം വൻതോതിൽ ലഹരിമരുന്ന് പിടിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. ഇന്ന് കേരള പോലീസ് അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡ് ചടങ്ങിലും മുഖ്യമന്ത്രി ലഹരിക്കെതിരെ സംസാരിക്കുകയുണ്ടായി. അടുത്ത കാലത്തായി അനിയന്ത്രിതമായി തുടരുന്ന ലഹരി മാഫിയ പ്രായലിംഗ ഭേദമന്യേ സമൂഹത്തെ നശിപ്പിക്കുന്നു. സിന്തറ്റിക് ലഹരി മരുന്നുകൾ മനുഷ്യരെ മനുഷ്യരല്ലാതാക്കുന്നു. ഇതിനെതിരെ പോലീസും ഫലപ്രദമായി ഇടപെടുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകൾ ദുരുപയോഗം ചെയ്യുന്ന സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിലും വർധനമാണുള്ളത്. ഇവയെ ചെറുത്തു തോൽപ്പിക്കാൻ കൂട്ടായ പരിശ്രമം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ക്രമസമാധാന പാലനമാണ് പോലീസിന്റെ പ്രാഥമിക ചുമതലയെങ്കിലും ജനങ്ങൾ രക്ഷകരായാണ് പോലീസിനെ കാണുന്നതെന്നും അതനുസരിച്ചുള്ള ഉയർന്ന പ്രവർത്തനം കാഴ്ചവെക്കാൻ പുതിയ സേനാംഗങ്ങൾക്കാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ലഹരി കണ്ടെത്താൻ വേണ്ടി പ്രത്യേക സ്ക്വാഡിനെ തന്നെ നിയമിക്കാനുള്ള ശക്തമായ തീരുമാനങ്ങളിലേക്കാണ് പിണറായി വിജയൻ പോകുന്നത്. പാർട്ടി സമ്മേളനത്തിന്റെ തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് മാത്രമാണ് ലഹരിയുടെ കാര്യത്തിലേക്കുള്ള ഉന്നതതല യോഗം വൈകിയത്. എന്നാൽ മറ്റു തലത്തിലെല്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി പിണറായി വിജയൻ പോലീസ് സേനയ്ക്ക് ലഹരിയുടെ കാര്യത്തിൽ കാര്യക്ഷമമായ നടപടിയെടുക്കാനുള്ള എല്ലാ പിന്തുണയും നൽകിയിരുന്നു. ഇതൊന്നും കാണാത്ത മട്ടിൽ കണ്ണടച്ചിരുട്ടാക്കാണ് കോൺഗ്രസ് നേതൃത്വം പിണറായിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തിയത്. ലഹരി വേട്ടയ്ക്കെല്ലാം ചുക്കാൻ പിടിച്ചത് പിണറായിയുടെ ശക്തമായ പിൻബലം തന്നെയായിരുന്നു എന്നത് ഇതോടെ വ്യക്തമാവുകയാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ എക്സൈസിനോടും പോലീസ് സേനയോടും സംയുക്തമായി പ്രവർത്തിക്കാനും യാതൊരുവിധ ഇളവുകളും ഒരാൾക്കും ഇക്കാര്യത്തിൽ നൽകരുതെന്നുമുള്ള കർശന നിർദ്ദേശമാണ് പിണറായി മുന്നോട്ട് വെക്കാൻ പോകുന്നത്. സ്വന്തം പാർട്ടിക്കാർ ആണെങ്കിൽ പോലും യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രതികളെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള പിണറായിയുടെ പടപ്പുറപ്പാടിനാണ് ഇതോടെ തുടക്കമാകുന്നത്. ഇത് കേവലം രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനമല്ല യുവാക്കളിൽ ലഹരി വ്യാപനം രൂക്ഷമാകാൻ കാരണം. അത് വളർന്നു വരുന്ന ഒരു തലമുറയുടെയും സാഹചര്യങ്ങളുടെയും കാര്യമാണ്. അതിനെ നിയന്ത്രിക്കാൻ കർശനമായ നിയമ നടപടികളിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും പോലീസുകാരും ഇനി അതിലേക്കാണ് കടക്കുന്നത്.